ഹായ് ഹലോ സുഖം തന്നെയല്ലേ? വെൽക്കം ടു മൈ ചാനൽ മൈഡേസ് 3.0. ഇന്നത്തെ റെസിപ്പി പട്ടാണിക്കടല കൊണ്ടൊരു വടയാണ്. വട ഉണ്ടാക്കാൻ ഗ്രീൻ പീസ് 250 ഗ്രാം അളന്നെടുത്തു. ഗ്രീൻ പീസ് നന്നായി കഴുകിയെടുക്കണം. അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ ഇട്ടോളൂ. ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കരിവേപ്പില ഒക്കെ അരിഞ്ഞ് വയ്ക്കാം. കുതിർത്തിയ ഗ്രീൻ പീസ് നമുക്ക് ചതച്ചെടുക്കാം. അത്യാവശ്യം അരയണം കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ഈ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ട്രിപ്പ് അരച്ചത് ഒരു പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം. മിക്സിയിൽ നിറച്ചിട്ട് ചതക്കേണ്ട കേട്ടോ, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. മേൽഭാഗം ചതയൂല, അടിഭാഗം ചതഞ്ഞു കിട്ടും. ഈ അളവിലാണെങ്കിൽ 2 തവണയായിട്ട് നമുക്ക് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കൂട്ടുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കൂട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ ബാളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വടയുടെ ഷേപ്പിൽ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഞാൻ എല്ലാ ബാളുകളും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാകമായി, അതായത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വട ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വടകളും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 2-3 തവണ ഇങ്ങനെ മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാട്ടോ. നമ്മളിങ്ങനെ വട ഉണ്ടാക്കുമ്പോഴേ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുമെങ്കിലും വടയുടെ മുകൾ ഭാഗം ഇങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. എന്നാലും അവിടെ നല്ല മുരിഞ്ഞു കിട്ടും. നിങ്ങൾ നോക്കി വെക്കൊണ്ട് കേട്ടോ, ചിലർക്കൊക്കെ അറിയുണ്ടാവും. നല്ല മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പാകം. വീഡിയോയിൽ കാണുമ്പോൾ അത്ര കളർ ഒന്നുമില്ല, പക്ഷെ ഇതിലേറെ കളറുണ്ട് കേട്ടോ. 2 തവണയായിട്ടാണ് കേട്ടോ വട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഗ്രീൻ പീസ് കൊണ്ടുള്ള വട. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഈ വടങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെർബൽ ടീ പ്രിപ്പയർ ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. തിളച്ച വെള്ളത്തിലേക്ക് 3/4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. 4 തുളസി ഇലയും ഇട്ടിട്ടുണ്ട്. വെള്ളം കുറച്ച് നേരം തിളയ്ക്കണം. തുളസീൻ്റെ ഇല ചേർക്കുമ്പോൾ കൂടിപ്പോവരുത്. ഒരു ഗ്ലാസ്സിക്ക് ഒരു 3-4 എണ്ണം മാക്സിമം. ഗ്ലാസ്സിലെ പാലിലേക്ക് ചായ ഒഴിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുളസിയില ചേർത്ത ഹെർബൽ ടീ നിങ്ങൾക്ക് ഇഷ്ടമായോ?